നമസ്കാരം. ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വയനാടും ചേലക്കരയും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ആശങ്കയായി അടിയൊഴുക്കുകൾ. വിജയപ്രതീക്ഷയിൽ നേതാക്കളും സ്ഥാനാർത്ഥികളും. IAS തലപ്പത്തെ പോര്. സസ്പെൻഷനിലായ 2 ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് നിർദ്ദേശം. സസ്പെൻഷൻ ഉത്തരവിൽ ഗുരുതര ആരോപണങ്ങൾ. കൂറുമാറാൻ കോഴ. തോമസ് കെ തോമസിനെ കുറ്റമുക്തനാക്കി NCP അന്വേഷണ കമ്മീഷൻ. എല്ലാം ആന്റണി രാജുവിന്റെ ഗൂഢാലോചനയെന്നും ആക്ഷേപം. മണിപ്പൂരിൽ സ്ഥിതി ആശങ്കാജനകം. സൈന്യവുമായി ഏറ്റുമുട്ടി കുക്കി വിഘടനവാദികൾ. 11 പേർക്ക് ജീവഹാനി. ജാഗ്രതയിൽ സുരക്ഷാസേന. ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിച്ച ഹിസ്ബുള്ള. 165 റോക്കറ്റുകൾ അയച്ചെന്ന് സ്ഥിരീകരണം. നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് IDF. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ വിശദമായി. ചേലക്കരയിലും വയനാട്ടിലും നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇരു മണ്ഡലങ്ങളിലും LDFും UDFും ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. ബഹളങ്ങളില്ലാതെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. ബൂത്ത് തലത്തിലുള്ള സ്ക്വാഡ് വർക്കുകളും തുടരുകയാണ്. പൗരപ്രമുഖന്മാരുമായുള്ള കൂടിക്കാഴ്ചകളാണ് സ്ഥാനാർത്ഥികളുടെ പ്രധാന പരിപാടി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ തന്നെ വിവിധയിടങ്ങളിൽ ആരംഭിച്ചിരുന്നു. ചെറുതുരുത്തി സ്കൂളിൽ നിന്നാണ് വോട്ടിംഗ് യന്ത്രങ്ങളടക്കം വിതരണം ചെയ്തു തുടങ്ങിയത്. 180 ബൂത്തുകളിലേക്കുള്ള EVM 3 സ്ട്രോങ് റൂമുകളിലായാണ് സൂക്ഷിച്ചിരുന്നത്. വിവിപാറ്റ് മെഷീനുകളുടെ തകരാറുകൾ മുന്നിൽ കണ്ട 180 ബൂത്തുകൾക്കായി ആകെ 236 മെഷീനുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മറ്റന്നാൾ വരെ തുടരും. പരസ്യപ്രചാരണം അവസാനിച്ചപ്പോൾ LDFും UDFും ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. ന്യൂസ് ഡെസ്ക് ജീവൻ. ചേലക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് പോലും ഇത്തവണ UDFിനും BJPക്കും ലഭിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ചിലരുടെ വോട്ടുകൾ പാലക്കാട്ട് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ആ വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. LDFിന് അനുകൂലമായ വിധിയെഴുത്താകും എല്ലായിടത്തും ഉണ്ടാകുകയെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള വോട്ട് ഈ പ്രാവശ്യം അവിടെ ലഭിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കിട്ടിയിട്ടുള്ള, BJP എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയുന്ന മെട്രോമാൻ എന്ന അർത്ഥത്തിൽ വലിയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് ശ്രീധരനെ അവരെ അവതരിപ്പിച്ചിരുന്നത്. ആ വോട്ടൊന്നും ഇപ്രാവശ്യം BJPക്ക് കിട്ടാൻ പോകുന്നില്ല. മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയുള്ള ധാരണയോട് ചില വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിലിന് കിട്ടിയിരുന്നു. അതിപ്പോഴും രാഹുൽ മാക്കൂട്ടത്തിന് കിട്ടാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അച്ചടക്ക ലംഘനവുമായി ബന്ധപ്പെട്ട് IAS ഉദ്യോഗസ്ഥർക്കെതിരായ സർക്കാരിന്റെ സസ്പെൻഷൻ ഉത്തരവുകൾ പുറത്ത്. N പ്രശാന്തിന്റെ പരാമർശങ്ങൾ കടുത്ത അച്ചടക്കരാഹിത്യമാണെന്നും ഗോപാലകൃഷ്ണന്റേത് സിവിൽ സർവീസിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്ന നടപടിയാണെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. ഇരുവർക്കുമെതിരെ വകുപ്പുതല അന്വേഷണവും ഉണ്ടാകും. സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥരായ K ഗോപാലകൃഷ്ണനും N പ്രശാന്തിനുമെതിരെ വകുപ്പുതല അന്വേഷണത്തിനും നിർദ്ദേശമുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസില്ലാതെയുള്ള സസ്പെൻഷനെതിരെ പ്രശാന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരായ അധിക്ഷേപം പരസ്യമായതിൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നിലപാട്. ഗോപാലകൃഷ്ണനെതിരെ നടപടി മയപ്പെടുത്താൻ IAS ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായിരുന്നു. താക്കീതിൽ ഒതുക്കുവാനായിരുന്നു ശ്രമം. അങ്ങനെയെങ്കിൽ മൃദുഹിന്ദുത്വ നിലപാടെന്ന വിമർശനം കൂടി സർക്കാർ കേൾക്കേണ്ട സാഹചര്യമുണ്ടാകുമായിരുന്നു. അതുകൂടി ഒഴിവാക്കാനാണ് 2 പേരെയും സസ്പെൻഡ് ചെയ്യുവാനുള്ള തീരുമാനം. IAS തലപ്പത്തെ ചേരിപ്പോരും സമൂഹമാധ്യമത്തിൽ ഉന്നത ഉദ്യോഗസ്ഥനെ അവഹേളിച്ചതിലുമാണ് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. മതാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിലും ഹാക്കിംഗ് എന്ന വ്യാജ പരാതി നൽകിയതിലുമാണ് വ്യവസായ വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് IAS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. ഗോപാലകൃഷ്ണനും പ്രശാന്തും ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്നും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് അവമതിപ്പുണ്ടാക്കും വിധം പ്രവർത്തിച്ചുവെന്നും സസ്പെൻഷൻ ചെയ്തുള്ള ഉത്തരവിൽ പറയുന്നു. പ്രശാന്തും ഗോപാലകൃഷ്ണനും അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും സസ്പെൻഷൻ ഉത്തരവിലുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ മാറ്റി. 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുക. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഇടക്കാല ജാമ്യവും തുടരും.
കേസ് പരിഗണിക്കുന്നതിനിടെ സിദ്ദീഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് കോടതിയിൽ സർക്കാർ വാദിച്ചു. അന്വേഷണവുമായി സിദ്ദീഖ് സഹകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം കോടതിയിൽ നിന്നും ഉണ്ടായി. ഇതിനു മറുപടിയായി ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടെന്ന് സിദ്ദീഖിന്റെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ പ്രധാനപ്പെട്ട രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നായിരുന്നു ചോദ്യത്തോടുള്ള സർക്കാരിന്റെ മറുപടി. എന്നാൽ 2016 ഉപയോഗിച്ച ഐഫോണാണ് ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് സിദ്ദീഖിന്റെ അഭിഭാഷകൻ വാദിച്ചു. കേസിൽ പരാതി നൽകാൻ വൈകിയതിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ നിന്നും ചോദ്യമുണ്ടായി. 2016 മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദീഖ് ബലാത്സംഗം ചെയ്തുവെന്ന യുവനടിയുടെ പരാതിയിലാണ് കേസ്. പരാതിയിൽ സിദ്ദീഖിനെതിരെ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ വകുപ്പുകൾ പ്രകാരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. പരാതിക്കാരിയെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിരുന്നതായി സിദ്ദീഖ് നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. സംഭവ ദിവസമായ 2016 ജനുവരി 28-ന് 101D മുറിയിലാണ് സിദ്ദീഖ് താമസിച്ചതെന്ന് അന്വേഷണ സംഘവും സ്ഥിരീകരിച്ചു. പരാതിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ജീവൻ. മണിപ്പൂരിൽ സൈനികരും കുക്കി വിഘടനവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 11 വിഘടനവാദികളെ വധിച്ചു. മണിപ്പൂരിലെ ജിരിബാമിൽ CRPF പോസ്റ്റിനു നേരെ ആക്രമണം നടത്തിയവരെയാണ് വധിച്ചത്. മണിപ്പൂരിൽ CRPF പോസ്റ്റിന് നേരെ ആക്രമണമുണ്ടായതോടെ സൈന്യം തിരിച്ചടിക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്കും പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കുക്കികൾ CRPF ക്യാമ്പിന് നേരെ ആക്രമണത്തിന് മുതിർന്നത്. ആയുധങ്ങളുമായി എത്തിയ കുക്കികൾ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം ആരംഭിക്കുകയായിരുന്നു. ഇവർ നേരത്തെ ബൊറോബെക്ര പോലീസ് സ്റ്റേഷനും ആക്രമിക്കുകയും ജഗുരാധോറിലെ മെയ്തൈ വിഭാഗത്തിൽപ്പെട്ടവരുടെ 4 വീടുകൾക്ക് തീവയ്ക്കുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട കുക്കികളുടെ കയ്യിൽ നിന്ന് നിരവധി ആയുധങ്ങൾ സൈന്യം പിടിച്ചെടുത്തു. അതിനിടെ ആയുധധാരികളുടെ വെടിയേറ്റ് ഒരു കർഷകനും പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലാണ് കർഷകന് നേരെ വെടിവെപ്പുണ്ടായത്. കുന്നിൻ മുകളിൽ നിന്ന് ആയുധങ്ങളുമായി എത്തിയ സംഘം വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് 3-ാം ദിവസമാണ് ഇത്തരത്തിൽ മലമുകളിൽ നിന്ന് കർഷകർക്ക് നേരെ വെടിവെപ്പുണ്ടാകുന്നത്. പ്രദേശത്ത് സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ തന്റെ ബാഗുകൾ പരിശോധിച്ചെന്ന് ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെ. പ്രചാരണത്തിനായി യവത്മാൽ ജില്ലയിലെത്തിയപ്പോഴാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ബാഗുകൾ പരിശോധിച്ചത്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റു മുതിർന്ന നേതാക്കളുടെയും ബാഗുകൾ പരിശോധിക്കുമോയെന്ന് താക്കറെ ചോദിച്ചു. വാണിയിൽ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയപ്പോഴാണ് നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെത്തി ബാഗുകൾ പരിശോധിച്ചത്. തുടർന്ന് ഉദ്യോഗസ്ഥരുടെ തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിക്കാൻ താക്കറെ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ തനിക്ക് തെരഞ്ഞെടുപ്പ് അധികൃതരോട് വിരോധമൊന്നുമില്ലെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. അവർ അവരുടെ ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത്. ഞാൻ എന്റെ ഉത്തരവാദിത്തവും നിർവഹിക്കും. പക്ഷേ തന്റെ ബാഗുകൾ പരിശോധിച്ചതുപോലെ നിങ്ങൾ മോഡിയുടെയും അമിത്ഷായുടെയും ബാഗുകൾ പരിശോധിക്കുമോ എന്ന് ഉദ്ധവ് താക്കറെ ചോദിച്ചു. ज्या प्रकारचे आरोप त्यांच्यावरती झाले होते आणि हे आरोप झाल्यानंतर ते चौकशी होईपर्यंत मी बाजूला त्याला बसूच शकत नाही. कारण छत्रपती शिवाजी महाराजांना दैवत मानणारे आपण सगळे हे एवढे घाणेरडे आरोप झाल्यानंतर चौकशी करायची नाही. ജനാധിപത്യത്തിൽ ആരും വലുതോ ചെറുതോ അല്ലെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. ഭരിക്കുന്ന മുന്നണിയുടെ നേതാക്കളുടെ ബാഗുകൾ തെരഞ്ഞെടുപ്പ് അധികൃതർ പരിശോധിച്ചില്ലെങ്കിൽ ശിവസേന പ്രവർത്തകരും മഹാവികാസ് അഘാഡി സഖ്യത്തിലെ മറ്റു പാർട്ടികളും അവരെ പരിശോധിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെടരുത്. ഭരണകക്ഷിയിലെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുമ്പോൾ അവരുടെ ബാഗുകൾ പരിശോധിക്കാൻ വോട്ടർമാർക്ക് അവകാശമുണ്ടെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു. त्याच्यानंतर ते मिंदे आणि कंपनीनी यांना साफ करण्यासाठी गद्दारी करून सरकार पडलं आणि मला आश्चर्य वाटते भाजपाचं पण. നവംബർ 20-നാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ്. 288 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. നാഷണൽ ഡെസ്ക് ജീവൻ. എയർ ഇന്ത്യയുമായുള്ള ലയനം പൂർത്തിയാക്കിയ വിസ്താരയ്ക്ക് വികാരനിർഭരമായ യാത്രയയപ്പ്. ഗുജറാത്ത്, ഒഡീഷ, മുംബൈ വിമാനത്താവളങ്ങളിൽ അവസാന വിസ്താര വിമാനങ്ങൾക്ക് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. അനന്തമായ സാധ്യതകളാണ് ലയനത്തിലൂടെ തുറക്കുന്നതെന്ന് അറിയിച്ച വിസ്താര ഇത്രയും കാലം നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചു. അഹമ്മദാബാദിൽ നിന്ന് ഡൽഹിയിലേക്കാണ് വിസ്താരയുടെ അവസാന വിമാനങ്ങളിലൊന്ന് പറന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ റൺവേയിൽ വിസ്താരയുടെ അവസാന വിമാനത്തെ ടാറ്റ എന്ന് പറഞ്ഞാണ് എയർപോർട്ട് ജീവനക്കാർ യാത്രയാക്കിയത്. 100 കണക്കിന് യാത്രക്കാരാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിസ്താരയ്ക്ക് നന്ദി പറഞ്ഞത്. ഇന്നു മുതൽ എയർ ഇന്ത്യയ്ക്ക് കീഴിലാണ് വിസ്താര വിമാനങ്ങളുടെ പ്രവർത്തനം. വിസ്താര കൂടി എയർ ഇന്ത്യയുടെ ഭാഗമാകുന്നതോടെ വ്യോമഗതാഗത വിപണിയിൽ ടാറ്റയുടെ കരുത്ത് വർദ്ധിച്ചു. ഇതുവരെ ഉപയോഗിച്ച UK എന്ന കോഡിന് പകരം AI2 എന്ന് തുടങ്ങുന്ന കോഡായിരിക്കും ഇനി വിസ്താരയുടെ 70 വിമാനങ്ങളിലും ഉപയോഗിക്കുക. നിലവിലെ ജീവനക്കാരും റൂട്ടുകളും ഷെഡ്യൂളുകളും പഴയതുപോലെ തന്നെ തുടരും. നാഷണൽ ഡെസ്ക് ജീവൻ.
സന്ദർശക വിസ നിയമങ്ങൾ കർശനമാക്കി കാനഡ. നിലവിൽ കാനഡ നൽകി വന്നിരുന്ന 10 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയുടെ ഓട്ടോമാറ്റിക് ഇഷ്യൂ റദ്ദാക്കും. അപേക്ഷകരുടെ വ്യക്തിവിവരങ്ങൾ കൂടുതൽ കർശനമായി പരിശോധിച്ചായിരിക്കും ഇനി മൾട്ടിപ്പിൾ സിംഗിൾ എൻട്രി വിസ നൽകുക. വിദ്യാർത്ഥികൾക്കുള്ള ഫാസ്റ്റ് ട്രാക്ക് വിസ സംവിധാനം കഴിഞ്ഞ ദിവസം കാനഡ അവസാനിപ്പിച്ചിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 13 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള SDS വിസ സംവിധാനമാണ് നിർത്തലാക്കിയത്. ഒരു രാജ്യത്തിനും പ്രത്യേക പരിഗണന നൽകാനാവില്ല എന്നാണ് കാനഡയുടെ നയം. ചൈന, ഇന്ത്യ, മൊറോക്കോ, പാകിസ്ഥാൻ തുടങ്ങി 14 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള വിസ അപേക്ഷാ പ്രക്രിയ ലളിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ 2018 പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യ, ആന്റിഗ്വ, ബാർബുഡ, ബ്രസീൽ, ചൈന, കൊളംബിയ, കോസ്റ്ററിക്ക, മൊറോക്കോ, പാകിസ്ഥാൻ, പെറു, ഫിലിപ്പൈൻസ്, സെനഗൽ, സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനേഡൻസ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, വിയറ്റ്നാം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിരുന്നു പദ്ധതി പ്രയോജനപ്പെട്ടിരുന്നത്. ന്യൂസ് ഡെസ്ക്, ജീവൻ. ഇടവേള.